എങ്ങനെയുണ്ട് വെള്ളം? നല്ല വെള്ളമാണ്. നല്ലതല്ലേ? മുന്നേ നമുക്ക് എന്തായിരുന്നു പ്രശ്നം? മുന്നേ നമ്മൾ കിണറ്റിലെ വെള്ളമാണ് യൂസ് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് കിണറ്റിലെ വെള്ളം കുറച്ച് ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ പൈപ്പുകൾ കത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് ഈ ക്ലോറിനും കിണറ്റിലെ വെള്ളം കൂടെ മിക്സ് ചെയ്യുമ്പോൾ വേറൊരു ചൊവയായിരുന്നു. പിന്നെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമ്മളിപ്പോ അങ്ങനെ ആലോചിച്ചപ്പോ ചെയ്യുക എന്തായാലും. പിന്നെ നമ്മൾ തിളപ്പിച്ച് കുടിക്കാറുള്ളത് തന്നെ ഈ ചൊവ എപ്പോഴും ആ ടേസ്റ്റിൽ വ്യത്യാസം വരാറില്ല. ഇപ്പൊ ഹാപ്പി ആയില്ലേ? ഇപ്പൊ ഹാപ്പിയാണ്. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് എളന്തിക്കരയാണ്. എറണാകുളം ഡിസ്ട്രിക്ട് തന്നെയാണ്. ഇന്നത്തെ പണി നമ്മുടെ വാട്ടർ പ്യൂരിഫയർ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതാണ്. ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ 9 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു 6 വാട്ടർ പ്യൂരിഫയർ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് നമുക്കിവിടെ പിടിപ്പിക്കേണ്ട ഈ ഏരിയ തന്നെയാണ്. അപ്പൊ നമ്മൾ ഇതിന് മുന്നേ ഇവിടെ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെള്ളത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുകയാണെങ്കിൽ pH നമുക്ക് തീരെയില്ല, അസിഡിക് ആണ് വെള്ളം. പിന്നെ കുറച്ച് നമുക്ക് അയണിന്റെ സാന്നിധ്യമുണ്ട്, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളാണ്. അപ്പൊ ഇവിടുത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സോഴ്സ് ആണ് നമ്മളുടെ മുനിസിപ്പാലിറ്റി, അതായത് PWയുടെ വെള്ളവും അതേപോലെ തന്നെ നമ്മളുടെ ഇവിടെ കിണറും ഉണ്ട്. അപ്പൊ രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടാണ് ഇവിടെ കയറ്റുന്നത്. അപ്പൊ അതിന്റെ ഒരു കാരണം കൊണ്ട് നമ്മളിവിടെ 3 പ്രീ ഫിൽറ്റർ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ക്ലോറിൻ റിമൂവർ, അതേപോലെ തന്നെ ഒരു അയൺ റിമൂവർ, പിന്നെ നമ്മൾ എപ്പോഴും സാധാരണ കൊടുക്കുന്ന പ്രീ ഫിൽറ്ററും 5 മൈക്രോന്റെ സെഡിമെന്റ് ഫിൽറ്ററും. അപ്പൊ അങ്ങനെ ഈ 3 ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ നമ്മുടെ യൂണിറ്റിലേക്ക് വെള്ളം കയറുന്നത്. അപ്പൊ ഇന്നത്തെ വർക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു വർക്കാണ്. അപ്പൊ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വർക്കിലേക്ക് എടുക്കാം. നമ്മളുടെ യൂണിറ്റ് ഇപ്പൊ നോർമലി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പൊ റണ്ണിങ് ആണ്, പ്രൊഡക്റ്റ് വന്നു തുടങ്ങി. അപ്പൊ നമുക്ക് ഇത് ആദ്യം TDS ചെക്ക് ചെയ്തു. TDS നോർമലാണ്. ഇനി നമുക്ക് pH ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ pH ചെക്ക് ചെയ്യാനാണെങ്കിൽ നമ്മൾ റോ വാട്ടർ pH നമ്മൾ ചെക്ക് ചെയ്തപ്പോ 4 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കാലത്ത് പറഞ്ഞില്ല. അപ്പൊ അതൊന്നും കൂടി എടുത്ത് കാണിച്ചു തരാം. റോ വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫീഡ് ചെയ്യുന്ന വാട്ടർ ഏതാണോ അതാണ് റോ വാട്ടർ. അപ്പൊ ഇതിന്റെ pH നമ്മളിപ്പോ ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. ഇതുണ്ടോ കളർ? കണ്ടോ ഈ കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇതിനകത്ത് ഇപ്പൊ വന്നേക്കുന്ന കളർ. അതായത് pH ബേസിലേക്ക് വന്നേ. കാലത്ത് കൊണ്ടുവന്ന സാമ്പിൾ അത് 4 ഉണ്ടായിരുന്നു, ഇപ്പൊ 4.5 താഴെ നിൽക്കുന്നത്. ഓറഞ്ച് കളറായിരുന്നു. ഇതിനകത്ത് മറ്റേ വെള്ളം ചിലപ്പോൾ മിക്സ് ആയിട്ടുണ്ടെങ്കിൽ മിക്സ് ആണ്. അപ്പൊ അത് കിണറ്റിലെ വെള്ളത്തിനകത്ത് അസിഡിക്കാണ്, നമുക്ക് അകാലത്തേക്ക് അസിഡിക്കാണ്. ഇതിനകത്ത് ഇപ്പൊ മറ്റേ പൈപ്പ് വെള്ളം കുറച്ച് മിക്സ് ആയതിന്റെ പേരിലാണ് കുറച്ച് റൈസ് ആയി നിൽക്കുന്നത് pH. നല്ല pH ആവശ്യത്തിനുള്ള pH വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ കാറ്ററേജ് ആഡ് ചെയ്തിട്ടുണ്ട്. ഏത് ആൽക്കലൈൻ ഫിൽറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ആൽക്കലൈൻ ഫിൽറ്ററിന്റെ പ്രവർത്തനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് pH കുറവാണെങ്കിൽ pH കൂട്ടി തരുന്ന പ്രവർത്തനമാണ് ഇതിന്റെ ചെയ്യുന്നത്. ഇതിന്റെ ജോലി ഏതാണ്. അപ്പൊ നമുക്ക് വരുന്ന പ്രൊഡക്റ്റിന്റെ അകത്തുള്ള pH നോക്കാം. കാറ്ററേജ് ഇട്ടിട്ട് വല്ല ഗുണമെന്ന് അറിയാമല്ലോ. നമ്മ പ്രൊഡക്റ്റിന്റെ ഒരു സാമ്പിൾ എടുത്തിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ? കളർ മാറണുണ്ടോ? നീലയിലേക്ക് വന്നു. അതായത് നീല എന്ന് പറയുമ്പോൾ ഇതിന്റെ കളർ കോഡ് വരുന്നത് ആൽക്കലൈൻ ആണ്.
മനസ്സിലായോ? അതായത് ഇവിടുന്ന് ആൽക്കലൈനിലേക്കാണ് കയറി പോകുന്നത്. ഇൻ ബിറ്റ്വീൻ വരുന്ന ന്യൂട്രല് ഗ്രീൻ വരുന്നത്, താഴത്തോട്ട് വരുമ്പോൾ അസിഡിക്. അതാണ് ശരിക്കും pH ന്റെ സ്കെയിൽ എന്ന് പറയുമ്പോൾ 1 to 14, 1 to 7, 7 to 14. ഈ 7 to 7.5 ആണ് എക്സ്റ്റൻഡ് ആയിട്ടുള്ള റീഡിങ്. 7 താഴെ, അതായത് 1ലേക്ക് ആ റേഞ്ചിലേക്ക് പോകുമ്പോൾ അസിഡിക്കും, എബോവ് 7.5, 8 ഒക്കെ വന്നു കഴിയുമ്പോൾ അത് ആൽക്കലൈനും ആയി. ഇപ്പൊ നമ്മുടെ വെള്ളം ആൽക്കലൈനിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്, ഒരു നീല കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളത് ആറോ പ്ലാന്റിന്റെ വർക്ക്, അതായത് മിനി ആറോ പ്ലാന്റ് 9 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ആറോ നമ്മളിവിടെ ഫിക്സ് ചെയ്തു. അപ്പോ ഇതിലുള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ 3 പ്രീ ഫിൽറ്റർ നമ്മൾ കൊടുത്തേക്കുന്നത്. ഒരു പ്രീ ഫിൽറ്റർ 5 മൈക്രോൺ സെഡിമെന്റ് ഫിൽറ്റർ, പിന്നെ ഒരു പ്രീ ഫിൽറ്റർ ആയിട്ടുള്ളത് ഒരു അയൺ റിമൂവർ, പിന്നെ ഉള്ളത് ഒരു ക്ലോറിൻ റിമൂവർ. അങ്ങനെ 3 ഫിൽട്രേഷൻ പുറത്ത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഈ പ്രീ ഫിൽറ്ററിനകത്ത് ആദ്യത്തെ ഫിൽറ്ററിനകത്ത് ആന്റിസ്കാലിന്റെ ബോൾസും ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു 3 സെക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ യൂണിറ്റിലേക്ക് കയറുന്നത്. അപ്പൊ ഇതിനകത്താണെങ്കിൽ നമുക്ക് RO സിസ്റ്റം ആണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആൽക്കലൈൻ ഫിൽറ്റർ കൂടി നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു വീഡിയോയിൽ, കാരണം ഇവിടെ അസിഡിക് ആയിരുന്നു വെള്ളം. ആൽക്കലൈൻ ഫിൽറ്റർ കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മളുടെ യൂണിറ്റിലൂടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പ്രൊഡക്ഷൻ ഒക്കെ നമ്മൾ എടുത്ത് ചെക്ക് ചെയ്തായിരുന്നു, ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്തു, എക്സലന്റ് ക്വാളിറ്റി ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ കസ്റ്റമറോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം ഇതിന്റെ ക്വാളിറ്റിയുടെ അവസ്ഥ എങ്ങനെയാണ്, ക്വാളിറ്റി ഇഷ്ടപ്പെട്ടോ, വർക്ക് ഇഷ്ടപ്പെട്ടോ, എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്നുള്ളത് നമ്മുടെ കസ്റ്റമറോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോ കസ്റ്റമർ പറയുമ്പോൾ നമ്മുടെ ഡേവിസേട്ടനാണ്. ഡേവിസേട്ടാ ഇങ്ങോട്ട് പോയോ? നമ്മുടെ യൂണിറ്റ് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അപ്പൊ നമ്മുടെ ഈ വെള്ളം ഒന്ന് എടുത്ത് കുടിച്ചു നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം നമ്മുടെ പ്രേക്ഷകരോട് പറയണം. എങ്ങനെയാണ് വെള്ളത്തിന്റെ ക്വാളിറ്റി, എന്തായിരുന്നു നമ്മുടെ ആ വെള്ളം, അപ്പൊ അതിൽ നിന്നൊക്കെ എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട്, ഇതൊക്കെ ഒന്ന് 2 വാക്ക് ഒന്ന് പറയണം. അപ്പൊ ഒരു ഗ്ലാസ് എടുത്തോളൂ. ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ വെള്ളം ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വർക്കൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്കുകൾ ഇങ്ങനെ നമ്മുടെ ചാനലിൽ കൂടി കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ. എങ്ങനെയുണ്ട് വെള്ളം? നല്ല വെള്ളമാണ്. നല്ലതല്ലേ? മുന്നേ നമുക്ക് എന്തായിരുന്നു പ്രശ്നം? മുന്നേ നമ്മൾ കിണറ്റിലെ വെള്ളമാണ് യൂസ് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് കിണറ്റിലെ വെള്ളം കുറച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ പൈപ്പുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് ഈ ക്ലോറിനും കിണറ്റ് വെള്ളം കൂടെ മിക്സ് ചെയ്യുമ്പോൾ വേറൊരു ചൊവയായിരുന്നു. പിന്നെ നമ്മൾ ചെക്ക് ചെയ്തപ്പോ നമ്മളിപ്പോ അങ്ങനെ ആലോചിച്ചപ്പോ ചെയ്യാം എന്തായാലും. പിന്നെ നമ്മൾ തിളപ്പിച്ച് കുടിക്കാറുള്ളത് തന്നെ ഈ ചൊവ എപ്പോഴും ആ ടേസ്റ്റിൽ വ്യത്യാസം വരാറില്ല. ഇപ്പൊ ഹാപ്പി ആയില്ലേ? ഇപ്പൊ ഹാപ്പിയാണ്. അപ്പൊ കൂടെ നമ്മളുടെ വർക്ക് ഇവിടെ നമ്മൾ ഫിനിഷ് ചെയ്ത് നമ്മളിവിടെ നീങ്ങണം. അപ്പോൾ നിങ്ങൾക്കും ഈ വർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ചാനലിലൂടെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ അല്ലെങ്കിൽ പുതിയൊരു വർക്കുമായി വരുന്നവരെ ബൈ.